നാവിനെ സൂക്ഷിക്കുന്നവനുണ്ടല്ലോ, തന്റെ നാവിനെ സൂക്ഷിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കഴിയും, വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കഴിയും, പലിശ തിന്നല്ലേ എന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കഴിയും, ശിർക്ക് ചെയ്യില്ലേ എന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നരുതെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവേ, അതൊരു വലിയ ഭംഗിയായി, അതൊരു വലിയ കാര്യമായി കാണുന്നവരുണ്ടല്ലോ. പടച്ചവനെ ഇന്ന് മറ്റുള്ളവനെ നോവിക്കുകയാണ്, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുകയാ, ആവശ്യമില്ലാത്തത് പറഞ്ഞു പരത്തുകയാണ്. പടച്ചവനേ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ വല്ലാത്ത കാലമാണല്ലോ. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞോ, അതുള്ളതാണോ കള്ളമാണോ ഒരു മനുഷ്യനും അതൊന്ന് വായിച്ചു പോലും നോക്കാറില്ല. എന്തെങ്കിലും ഒരു വാർത്ത നമ്മുടെ മൊബൈലിന്റെ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാ അവന് വായിച്ചു നോക്കുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തനിക്ക് ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കള്ളം പറയുന്ന മനുഷ്യരുണ്ടല്ലോ, ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരയുന്ന വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാ, എന്തേ ഉപ്പാ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഫാത്തിമ, ഇന്നലെ ഞാൻ നരകം കണ്ട് ഫാത്തിമ. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗമുണ്ടല്ലോ, അവര് നരകത്തിൽ കിടന്ന് കരയുകയാ ഫാത്തിമ. അവരുടെ കോലം എങ്ങനെയെന്നറിയുവോ? അവരുടെ തലയാണെങ്കിൽ പന്നിയുടെ തല പോലെ ഇരിക്കുകയാണ്, അവരുടെ തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാ, അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ. അവര് നരകത്തിൽ കിടന്ന് വിളിച്ചു കൂവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, വാപ്പാ, പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ഈ വൃത്തികെട്ടവരാരാ വാപ്പാ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, പടച്ചവനെ നമസ്കരിക്കാ പള്ളിക്കകത്തേക്ക് കടന്നു വന്നിട്ടു പടച്ചുറപ്പിന്റെ മുന്നിൽ അല്ലാഹുവേ നമസ്കാരം കഴിഞ്ഞു ആ പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്ന വാപ്പാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഈ തെറ്റ് നിസാരമല്ല പൊന്നുമോള്. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത്, ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്നത് എന്റെ പെങ്ങളെ ഒരു നല്ല സ്വഭാവമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, അത് കള്ളം പറയുന്നവർക്കുള്ള ശിക്ഷയാ ഫാത്തിമ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ, അധികം നീ സംസാരിക്കല്ലേ, അധികം നീ സംസാരിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു. അധികം നീ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ അധികം സംസാരിച്ച പാപങ്ങൾ അധികരിക്കുകയാണ്. പാപങ്ങൾ അധികരിച്ച നിന്റെ ഹൃദയം മരിച്ചു പോവുകയാണ്, നിന്റെ ഹൃദയം മരിച്ചു പോവുകയാണ്. നിന്റെ ഹൃദയം മരിച്ചു പോയാ അല്ലാഹുവേ പിന്നെ നീ നരകത്തിലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ അധികം സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ സഹാബത്ത് വായിക്കകത്ത് ചരടുകല്ല് വാരിയിട്ടിട്ട് പടച്ചവനെ വായിക്കകത്ത് കല്ലിട്ടിട്ട് നടന്നു പോവുകയാ. കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അറിയാതെ ഒരുപാട് സംസാരിച്ചു പോകുമല്ലോ, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു പോകുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅ
جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവരോട് എവനെങ്കിലും ആരെയെങ്കിലും കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോ നിന്ന് കേൾക്കുന്ന വാപ്പാ, അല്ലാഹു പറയുകയാ, ഇൻജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് ചിലപ്പം താടിയുണ്ടാകാം, അവന് പള്ളിയിലെ ഇമാമാകാം, അവന് ഹജ്ജ് ചെയ്തവനാകാം, ഉംറ ചെയ്തവനാകാം, പള്ളിക്ക് ഒരുപാട് പൈസ കൊടുക്കുന്നവനാകാം, പാപങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നവനാകാം. പടച്ചവനെ, വൈൻജാഅകുൻ ഫാസിഖുൻ, ഒരു പാപിയുണ്ടല്ലോ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, നിന്റെ അടുക്കൽ വന്ന ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാ അതിന്റെ സത്യം മനസ്സിലാക്കാതെ നീ ഒരാളോടും പറയല്ലേ, പറഞ്ഞു പരത്തല്ലേ, ആ മനുഷ്യന് നാണം കെടുത്തല്ലേ. അവസാനം നീ പറഞ്ഞു പോയത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ വായിക്കകത്ത് കയ്യിട്ട് കടിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇത് ചെറിയ പാപമല്ല പൊന്നുമോള്. 4 പേര് കൂടിക്കഴിഞ്ഞാൽ, അയൽവാസികളെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചർച്ചയാണല്ലോ, പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകളാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എത്ര വലിയ പാപമാണെന്ന് നിനക്കറിയുമോ പൊന്നുമോള്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുമോര്, വ്യഭിചരിച്ചാൽ അല്ലാഹു പുറത്തു തരുമോര്, പലിശ തിന്നാൽ അല്ലാഹു പുറത്തു കൊടുക്കുമോര്.